cuties, it's me, your Neerjamos Indian Secrets. Welcome back to my channel. Para welcome back to my channel. Nora. Back to my channel. Channel alla channel. Para. Channel. Ingane. Welcome back to my channel. Para. At the back to my channel. She's so funny. So. രണ്ട് കാര്യങ്ങൾ. ഒന്ന് എനിക്ക് ത്രോട്ടിന് നല്ല പ്രശ്നമുണ്ട്. ബിക്കോസ് അത് തുറക്കല്ലേ. ത്രോട്ടിന് നല്ല പ്രശ്നമുണ്ട് ബിക്കോസ് 2 ദിവസം കൂടെ നല്ല രീതിയിലുള്ള കഫക്കെട്ടുണ്ട്. അപ്പം വീഡിയോ റെക്കോർഡ് ആവുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ത്രോട്ടൊന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും. അത് ചിലർക്ക് ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയാം. എനിക്ക് ഞാൻ അതൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു ഹാബിറ്റ് പോലെ മാറിയിരിക്കും. എനിക്കൊരു ഹാബിറ്റ് പോലെ മാറിയിരിക്കുവാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഡിസ്റ്റർബ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ സോറി. സോ നമ്മൾ ഇന്ന് വൈകിട്ട് ഫ്ലൈറ്റിന് നമ്മൾ തിരിച്ച് ലണ്ടനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോർമലി ഞാൻ മാത്രമാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു ട്രിപ്പിന് കൊണ്ടോ ഈ ഒരു ട്രിപ്പിന് വളരെ അധികം വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം ഞാനും അതിന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ അതായത് UK കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയൊക്കെ മേടിച്ച കുറേ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്, അതായത് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണെങ്കിലും അല്ലാത്ത കുറച്ച് കൂടുതലും കോസ്മെറ്റിക്സ് ഐറ്റംസ് ആയിരിക്കും കൂടുതലും. കാരണം അത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഓൺലൈൻ വഴിയും ഇവിടുത്തെ നമുക്ക് ഇന്ത്യയിലെ സാധനങ്ങൾ തന്നെ നമുക്ക് UK ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സംഭവം ചില ഇന്ത്യയിൽ നമുക്ക് പറ്റത്തുള്ളൂ, നമ്മുടെ സ്കിന്നിന് ഇതേ ചേരത്തുള്ളൂ. അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അങ്ങനത്തെ പ്രൊഡക്ട്സാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴി കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇത്തവണത്തുള്ള ബരക്കിൽ UK കൊണ്ടുപോകാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. കുഞ്ഞു വീഡിയോയിലെ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. ഇതൊരു കുറച്ച് ചെറിയ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്തൊക്കെയാണ് പാക്ക് ചെയ്തേക്കുന്നതും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമുക്കൊരു സൈഡിൽ നമുക്ക് തുടങ്ങാം. അതിന് മുന്നിൽ ഞാൻ പോയി ഹെയർ കളർ ചെയ്തു ഗൈസ്. എങ്ങനെയുണ്ട്? ബോറാണോ? എനിക്ക് അമ്മയൊക്കെ പറയുന്നത് ഈ കളർ കൊള്ളത്തില്ല, ചേരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? കൊള്ളാമോ? കൊള്ളായിരിക്കുമല്ലേ? എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് അൺബോക്സ് ചെയ്യാം. ഇതൊന്നും പൊട്ടിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇന്നലെ ഇതൊക്കെ വന്ന് പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പർച്ചേസൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും നല്ല രാത്രിയായി. ഇന്ന് ഇതൊക്കെ പൊട്ടിച്ചിട്ട് വേണം എല്ലാം പാക്ക് ചെയ്യാൻ. കാരണം ഞാൻ ഒരു സാധനം എടുത്ത് വെച്ചില്ല, ബാക്കിയുള്ളവരൊക്കെ എല്ലാം എടുത്തു വെച്ചു. ഫസ്റ്റ് തന്നെ കിസ് ബ്യൂട്ടീൻ്റെ ഒരു കളർ കറക്റ്ററാണ്. അതെ, കിസ് ബ്യൂട്ടീൻ്റെ ഒരു കളർ കറക്റ്ററാണ്. ഒരുപാട് നാളുകൊണ്ട് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചാണ്. UK ഇങ്ങനെ സാധനം കിട്ടാൻ വളരെ കുറവാണ്, ഇങ്ങനത്തെ സാധനങ്ങളില്ല. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു കളർ കറക്റ്റർ മേടിക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പം കിസ് ബ്യൂട്ടീൻ്റെ ഒരു കളർ കറക്റ്ററ്. അടുത്തതെന്ന് പറയുമ്പോൾ കെമിസ്റ്റ് ആൻഡ് പ്ലെയിൻ്റെ ഒരു ബോഡി വാഷാണ്. 4% ലാക്റ്റിക് ആസിഡ് ആൻഡ് സാലിസിലിക് ആസിഡ് പ്ലസ് വിറ്റമിൻ E അടങ്ങിയ ഒരു ബോഡി വാഷാണ് ഇത്. ഞാൻ കുറേ റിവ്യൂസൊക്കെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. മറ്റേ പുറത്ത് ഒരു ചെറിയ കുരു പോവാനും പിന്നെ പിഗ്മെൻറ്റേഷൻ പോവാനൊക്കെ ആയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുവാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ലാക്റ്റിക് ആസിഡും സാലിസിലിക് ആസിഡും ഒക്കെ ഉള്ളതുകൊണ്ട് കുരുവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വലിയ ബോട്ടിൽ തന്നെ മേടിച്ചിട്ടുണ്ട്. 500 ml ഒരു കെമിസ്റ്റ് പ്ലെയിൻ്റെ ഒരു ബോഡി വാഷ്. അടുത്ത സാധനങ്ങൾ. അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു നാട്ടിൽ നിന്ന് ചേച്ചി എന്തൊക്കെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് മേടിച്ചുകൊണ്ട് പോകുന്നത്, ഒന്ന് റിവ്യൂ ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൂടെയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ. പിന്നെ അടുത്തത് പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണറാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, മുന്നിലെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടോണർ ഇതാണ്. നല്ല ടോണറാണ്. പോഴ്സ് ക്ലോസ് ആവാനും പിന്നെ കുറച്ച് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനും ഈ ഒരു ടോണർ നല്ലതാണ്. ഞാൻ ഈ പറയുന്നത് ഫുള്ളും എൻ്റെ സ്കിന്നിൻ്റെ, അതായത് ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ സ്കിന്നിന് എന്തൊക്കെ പ്രൊഡക്ട്സാണ് ആപ്റ്റായിട്ടുള്ളത്. എൻ്റെ ഓയിലി സ്കിന്നാണ്, പിന്നെ നല്ല രീതിയിൽ ആക്നി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ച് രീതിയിലുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. അടുത്ത
അക്കലോജിക്കേൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിൽ ഹൈഡ്രേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ജെല്ല് പോലത്തെ ഒരു സംഭവമാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ഞാനിത് തുറക്കുന്നില്ല, അവിടെ പോയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. വൈൽഡ് ബെറീസ് ആൻഡ് ആൽഫ ആർബറ്റീനൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. ഹൈഡ്ര ജെല്ലാണ്. അതായത് നമ്മളിപ്പം ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുന്നതിനേക്കാളും ജെല്ല് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ പ്ലിക്സിൻ്റെ ജാമൂൻ ആക്നി സ്പോട്ട് കറക്റ്ററാണ്. ഇത് ഞാൻ ഇവിടെ വന്ന സമയത്ത് മേടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇതൊന്നും കൂടെ മേടിച്ചുകൂടാന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. അടുത്തത് കുറച്ച് സിറം കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ സിറം ഒക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെയാണ്. കാരണം എനിക്ക് മിനിമലിസ്റ്റ് അല്ലാണ്ട് വേറൊരു ബ്രാൻഡിൻ്റെ കൂടെ അത്ര കോൺഫിഡൻ്റ് ഇല്ല. കാരണം സാലിസിലിക് ആസിഡ് ആണെങ്കിലും ഒക്കെ ഞാൻ ഹൈഡ്രോളിക് ആസിഡ് മാത്രമാണ് ഞാൻ ലോറിയലിൻ്റെ യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം മിനിമലിസ്റ്റിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡ് 10%, മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡ് 10%, പിന്നെ മിനിമലിസ്റ്റിൻ്റെ 2% സാലിസിലിക് ആസിഡ്, പിന്നെ ഇതെന്താ, ഇത് 2 മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഹെയർ ഡാൻഡ്രഫ് സിറോ ആണ്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ UK നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉണ്ടാവില്ല അറിയാം. ചില സമയത്ത് ഞാൻ ഓയിലൊന്നും തലയിൽ തേച്ച് മസാജ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു ഡാൻഡ്രഫ് സിറം തേച്ച് മസാജ് ചെയ്യുന്നത്. എൻ്റെ തലയിലാണെങ്കിൽ അത്ര ഡാൻഡ്രഫും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമ്മൾ അവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോഴത്തേക്കും ഒരു 2 ദിവസമൊക്കെ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിരിക്കും തല കുളിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം തല കുളിച്ചിട്ട് 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടി പോലെ കുറച്ച് ഇതായിട്ട് വരും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇതെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഫസ്റ്റ് ഡാൻഡ്രഫ് ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം മിനിമലിസ്റ്റിൻ്റെ നമ്മുടെ റിപ്പയർ കോംപ്ലക്സ് ഹെയർ സിറമാണ്. സോ പ്രൊട്ടക്ഷൻ ഹെയർ ഫോർ ബോണ്ട്, ഓക്കെ, ഓൾ ടൈപ്പ് ഓഫ് ഹെയർസ്, 5% ആണ് കേട്ടോ. അത് കഴിഞ്ഞു. അടുത്തത് ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുറന്നു നോക്കാം. പ്ലിക്സിൻ്റെ ഒരു വലിയ ബോക്സ് തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം. ഐ തിങ്ക് ഇത് മാളുവിന് വേണ്ടി ഞാൻ മേടിച്ച പ്രൊഡക്ട്സാണ്. മാളുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ അത് ഈ ബോക്സോടെ ഇങ്ങനെ എന്തായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇത് പ്ലിക്സിൻ്റെ ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് ആണ്. പ്ലിക്സിൻ്റെ ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് ആണ് വന്നേക്കുന്നത്. ഒന്ന് നീം ആൻറ്റി ഡാൻഡ്രഫ് അഡ്വാൻസ് ഹെയർ സിറം, പ്ലിക്സിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് സിറം. പിന്നെ പൊമോഗ്രാനേറ്റ് യൂത്ത് റിന്യൂവൽ നൈറ്റ് ക്രീം, പിന്നെ റോസ്മേരി ഹെയർ ഗ്രോത്ത് സിറം. ഇതൊക്കെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്ലിക്സിൻ്റെ തന്നെ റോസ്മേരി ഹെയർ ഗ്രോത്ത് അഡ്വാൻസ് ഹെയർ സ്പ്രേ. ഇതിൻ്റെ വേറൊരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് വാട്ടർമെലൺ പ്രൊട്ടക്ട് ഹൈഡ്രേറ്റ് മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ. ഇതൊക്കെ പ്രൊഡക്ട്സ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല. മാളുവിന് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മേടിച്ച പ്ലിക്സിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. പ്ലിക്സിൻ്റെ പ്രൊഡക്ട്സ് ഇപ്പോൾ കുറച്ചധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് കൊണ്ടായിരിക്കും. കാരണം ഒരുപാട് പേര് നല്ലോണം മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്ത കുറച്ച് പേർക്കൊക്കെ ഗുഡ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്ലിക്സിൻ്റെ ജാമൂൻ ആക്നി സ്പോട്ട് കറക്റ്റർ എനിക്ക് ചെറിയ രീതിയിൽ റിസൾട്ട് തന്നിട്ടുണ്ട്. അല്ലാതെ ഐ ആം നോട്ട് എ പ്ലിക്സ് ഫാൻ. സോ മാളുവിന്. അടുത്തത് സത്യം പറഞ്ഞാൽ ഈ ഒരു വരക്കത്തിന് മുന്നിലേ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി ഇവിടുന്ന് നാട്ടിൽ നിന്ന് UK പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന്. പിന്നെ പകുതി സാധനങ്ങളൊക്കെ മറന്നു, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു സാധനം ഡെർമാക്കോൻ്റെ 1% കോജിക് ആസിഡ് ലിപ് ബാം. ഇത് കഴിഞ്ഞ തവണ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ട് പോയതാണ്. എൻ്റെ ലിപ്പ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. മാത്രമല്ല ഭയങ്കര ഡ്രൈ ലിപ്പാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ കടിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. തൊലി ഇങ്ങനെ അങ്ങനെ ഇളക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ വലിച്ച് ഇളക്കിക്കൊണ്ടിരിക്കും. സോ ഈ ഒരു സാധനമാണ് അതിന് റിസൾട്ട് തന്നെയെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഈ ഒരു ലിപ് ബാം, പിന്നെ മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാം, പിന്നെ ഏറ്റവും കൂടുതൽ ലിനേജിൻ്റെ ലിപ് മാസ്ക്. അപ്പം ഇതിലേതാണ് എനിക്ക് റിസൾട്ട് തന്നെയെന്ന് അറിയത്തില്ല. പക്ഷേ ഈ സാധനം ഞാൻ മേടിച്ചെന്ന് വെച്ചാൽ നമ്മൾ കെയർ ഹോമിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പോക്കറ്റിൽ ഇട്ടിരുന്നാൽ മതി. ലിപ്പൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ലിപ് ബാം നമുക്ക് യൂസ് ചെയ്യാം. വളരെ ചെറുതാണ്. എനിക്ക് കാണാൻ തന്നെ ഇത് ഭയങ്കര രസമായിട്ടുള്ളൊരു ലിപ്പാണ്. കണ്ടോ,
ലിപ് ബാം വളരെ ചെറുത്, അപ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനും വെരി ഈസി ടു ക്യാരി. സത്യം പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സത്യം പറഞ്ഞാൽ. കാരണം എല്ലാവരും ഈ ഒരു സംഭവം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ SPF 30+ SPF ഉണ്ട്. സോ നമ്മുടെ സ്കിന്ന് സണ്ണിൽ നിന്ന് രക്ഷിക്കുന്ന പോലെ നമ്മുടെ ലിപ്പും നമ്മൾ സണ്ണിൽ നിന്നും രക്ഷിക്കണമല്ലോ. സോ ലിപ് ബാം. അടുത്ത ആദ്യം നമുക്ക് വന്ന സാധനങ്ങൾ പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് വന്നതെന്ന്. കാരണം ഞാനിപ്പോൾ മേക്കപ്പ് സാധനങ്ങൾ, അതായത് കോസ്മെറ്റിക്സ് ആണ് ഞാൻ കൂടുതലും ഓർഡർ ചെയ്തേക്കുന്നത് ഗൈസ്. കാരണം നമുക്ക് അവിടെ ഒന്നാമത്തെ കാര്യം അവിടെ റേറ്റ് കൂടുതലാണ്, രണ്ടാമത്തെ കാര്യം ചില പ്രൊഡക്ട്സ് നമുക്ക് ഇന്ത്യൻ്റെതേ പറ്റും. അങ്ങനത്തെ ചില പ്രൊഡക്റ്റ്സ് ഇല്ലേ, അങ്ങനത്തെ. ഇത് പൊട്ടിക്കാൻ ഭയങ്കര രസമുണ്ട്. ഇതും ഒരു സ്പോട്ട് കറക്റ്റർ, അതായത് കളർ കറക്റ്ററാണ്. എന്ത് ബ്രാൻഡ്? പ്രോ കൺസീലർ എന്ന് പറയുന്ന ബ്രാൻഡ് ഐ ഡെഫിനിഷൻ കറക്റ്ററാണ്. എൽ ആൻഡ് എ ഗേൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കളർ കറക്റ്ററാണ്. കാരണം എനിക്ക് കളർ കറക്റ്റ് ചെയ്യേണ്ട അത്ര ഉള്ള ഡാർക്ക് സ്പോട്ട്സ് ഒന്നുമില്ല, പക്ഷേ ചില സ്ഥലത്ത് പിമ്പിൾ വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലാക്ക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഭയങ്കര അങ്ങ് ബ്ലാക്ക് ആയിട്ടിരിക്കും. അവിടെ ഒന്ന് കളർ കറക്റ്റ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടുവാണെങ്കിൽ ഇറ്റ് കുഡ് ബി ബെറ്റർ, കാണാൻ കുറച്ച് രസം കൂടുതലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. എനിക്ക് എൻ്റെ വിചാരമില്ലേ അറിയാൻ പറ്റുള്ളൂ. അടുത്തത് ഒരു വലിയ ബോക്സിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് തവിയാണേ, ഇത് മരത്തവിയാണേ. എന്ന് വെച്ചാൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ബിക്കോസ് കുറേ പാത്രങ്ങൾ ഇപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സാധാ തവി യൂസ് ചെയ്യാൻ പാടില്ല, അത് എന്തൊക്കെയോ അസുഖം വരുന്നു. ഇപ്പം അമ്മയച്ഛനും കൂടിയൊക്കെ വരുന്നുള്ളതുകൊണ്ട് നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് ഹുഡ ഗേളിൻ്റെ ഒരു കളർ കറക്റ്ററാണ്. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് ബൈ മിസ്റ്റേക്ക് എൻ്റെ കയ്യിൽ വന്നതാണെന്നാണ് ഐ തിങ്ക് സോ. പക്ഷേ കുഴപ്പമില്ല, ഇങ്ങനെ ആയിപ്പോയി. ഹുഡ ഗേളിൻ്റെ കളർ കറക്റ്ററാണ്. അപ്പം ഇത് ബൈ മിസ്റ്റേക്ക് ഞാൻ എന്തോ അബദ്ധം പറ്റി മേടിച്ചതാണ്. കാരണം ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഈ 2 എണ്ണം വരുന്നത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല ഇത്. അപ്പം കഴിഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ കഴിഞ്ഞില്ല. ഓക്കെ, അടുത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും ഗേൾസ് എപ്പോഴും സ്കിന്നെപ്പോഴും നല്ല നല്ല മോയ്സ്ചറായിട്ട് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം, നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല സ്മെല്ലുണ്ടാവണം. അടുത്തൂടെയൊക്കെ ആൾക്കാർക്ക് പോകുമ്പോഴത്തേക്കും സ്കിന്ന് അങ്ങനെ സ്മെല്ലുണ്ടാവാതെ, കാരണം എനിക്ക് വേർപ്പിൻ്റെ എപ്പോഴും നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് എനിക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വരവിന് ഞാൻ ബാത്ത് ആൻഡ് ബോഡിയെ സമീപിച്ചു. UK ബാത്ത് ആൻഡ് ബോഡി ഇല്ല. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ പോയപ്പോൾ, എന്താ സ്ഥലത്തിൻ്റെ പേര്, ദുബായ് പോയ സമയത്ത് ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്ന് ഒരു 2 പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. യൂസ് ചെയ്ത് തീർന്നതിന് ശേഷം മേടിക്കാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല, കാരണം ബാത്ത് ആൻഡ് ബോഡി UK ഇല്ല. അപ്പം ഞാൻ ഇത്തവണ നമ്മളെ ട്രിവാൻഡ്രത്ത്, അതായത് കേരളത്തിൽ ബാത്ത് ആൻഡ് ബോഡി ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ചാടിക്കേറി വാങ്ങിച്ചു. ഈ ഒരു സാധനങ്ങൾ കുറച്ച് പേർക്ക് ഹെൽപ്പാകും കേട്ടോ. ഇത് സംഭവം പ്യുവർ വണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ബോഡി ക്രീമും വിത്ത് പ്യുവർ വണ്ടറിൻ്റെ തന്നെ ഫെയർ ഫ്രാഗ്രൻസ് മിസ്റ്റും ആണ് വാങ്ങുന്നത്. ഇത് എപ്പോഴും നമ്മൾ ബോഡിയിൽ ഈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ മിസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്മെൽ വാസ് അടിപൊളി ഫ്രേഗ്രൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഞാൻ ഇത് തേച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തോടെ പോയവരൊക്കെ അമ്മയൊക്കെ പറയും നിന്നൊന്നും എത്ര മണക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുന്നത് വാസ് നമ്മൾ ഓക്കെ നൈസ്, നമ്മളെ ഇച്ചിരി നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു സാധനം വരും. അപ്പോൾ ഇതിൻ്റെ 2 എണ്ണം, ഇത് 2ഉം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ ഞങ്ങൾ സെർബിയയിൽ പോവാണ്, പിന്നെ ടർക്കി, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ പോകണം, കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമുക്ക് 7 kgൻ്റെ ബാഗ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ആ ഒരു 7 kgൻ്റെ ബാഗിൽ ഇവർ മറ്റേ 100 മില്ലി ലിറ്ററിൽ കൂടുതലുള്ള സാധനങ്ങൾ അലോ ചെയ്യത്തില്ല. അപ്പോൾ ഫേസ് വാഷ് ആണെങ്കിലും ബോഡി വാഷ് ആണെങ്കിലും ബോഡി ക്രീം ആണെങ്കിലും ബോഡി മിസ്റ്റ് ആണെങ്കിലും നമ്മളെപ്പോഴും വലിയ ബോട്ടിലായിരിക്കും നമ്മുടെ ഉണ്ട്. അപ്പോൾ നമ്മളത് വേറെ ചെറിയ ബോട്ടിൽ ഒഴിച്ചിട്ട് കൊണ്ടുപോകുന്ന അങ്ങനത്തെ സംഭവങ്ങളല്ലേ. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്ന് തന്നെ ഡാർക്ക് കിസ് എന്ന് പറയുന്ന ഒരു ബോഡി ലോഷനും പെർഫെക്റ്റ് ഇൻ പിങ്ക് എന്ന് പറയുന്ന ഒരു ബോഡി മിസ്റ്റ്. ഇത് സംഭവം 100 മില്ലി ലിറ്ററിന് കുറവാണ്. അപ്പം നമുക്ക് ക്യാരി ചെയ്യാൻ ടു ഈസി ടു ക്യാരി. സത്യം പറഞ്ഞാൽ നല്ല ക്യാരി എന്ന് വെച്ചാൽ 88 മില്ലി ലിറ്റർ ഇതിലുള്ളൂ. ഇതിൽ
75 ml. അപ്പം നമുക്ക് 100 ലിറ്റർ കുറവായതുകൊണ്ട് ഇതാക്കാം. ഇത് രണ്ടും പറഞ്ഞുതരാം. ഒരു മോയ്സ്ചറൈസിങ് ക്രീം, ഒരു മോയ്സ്ചറൈസിങ് മിസ്റ്റ്, ഒരു ബോഡി ജെല്ല്, ബോഡി വാഷാണേ. അപ്പോൾ നമുക്ക് ബോഡി വാഷിനൊക്കെ നമുക്ക് സാധനങ്ങൾ വേറൊരു സാധനത്തിലാക്കി കൊണ്ടുപോകണ്ടല്ലോ. ബോഡി വാഷ്, പിന്നെ ഒരു ഹാൻഡ് ക്രീം പ്ലസ് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അത് ബോഡി ക്രീമാണ്, ഹൈഡ്രേറ്റിംഗ് ബോഡി ക്രീമാണ്. അപ്പോൾ അത് ഞാൻ 2 മേടിച്ചിട്ടുണ്ട്. ഞാനും ഇത് തീർന്നാൽ എനിക്കിത് യൂസ് ചെയ്യണമല്ലോ. അങ്ങനെ ഈ 2 സാധനങ്ങളാണ് ബാത്ത് ആൻഡ് ബോഡി എന്ന് വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഇത് വെരി ഈസി ടു ക്യാരി. പിന്നെ നമുക്ക് വേറെ ബോഡി ക്രീമൊക്കെ വേറെ കുപ്പിയിലാക്കിയിട്ട് ലോഷനിലാക്കിയിട്ട് വേറൊരു ബോട്ടിലാക്കിയിട്ട് കൊണ്ടുപോകേണ്ട അത്ര ടാസ്ക് നമുക്ക് വരത്തില്ല. അടുത്ത റോസ്മേരി വാട്ടർ വിത്ത് മിൻറ്റ് ഹെയർ സ്ട്രെയിറ്റനിങ് ആൻറ്റി ഫ്രീസിങ് ഓളിയം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിങ് ഹെയർ ഗ്രോത്ത് ഒരു ഇതാണ്, നോൺ ഓയിലി ഫോമുല. ഇത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് കുടുംബശ്രീൻ്റെ ഒരു മേള നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒറിജിനലായിട്ടുള്ള പ്രൊഡക്ട്സ് ഇതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ. ഒറിജിനലായിട്ടുള്ള പ്രൊഡക്ട്സ് അവർ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഈ റോസ്മേരി വാട്ടർ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ അത്ര സമയം കൊടുക്കുന്നത് അങ്ങനത്തെ ഒരാളല്ല. പക്ഷേ എനിക്ക് തോന്നി ഇനി ഞാൻ അതിലേക്ക് തിരിയാനുള്ളൊരു ടൈമായി. ഇനി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഹെയറും സ്കിന്നും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യണമെന്ന്. അങ്ങനെ ഈ ഒരു റോസ്മേരിൻ്റെ 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞവര റൈസിൻ്റെ ഫേസ് ആൻഡ് ബോഡി സ്ക്രബ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലാക്കോ. ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ. ഇത് വളരെ ആയുർവേദിക്കായിട്ട്, അതായത് ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ചേർത്താണ്. അതുപോലെ തന്നെ നമ്മുടെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആൻഡ് ഗ്ലിസറിൻ, അലോവേര, ടീ ട്രീ ഓയിൽ തുടങ്ങിയിട്ടുള്ള ഈ 3 സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൊരു ജെല്ല്. ഇത് നമുക്ക് ഫേസിൽ മസാജ് ചെയ്യാനും ഫേസ് യോഗ മസാജസ് ഒക്കെ ചെയ്യാനും നല്ലതാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ റൂമിൽ എപ്പോഴും എനിക്ക് സ്മെല്ല് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച സാധനമാണ്. റൂമിൽ കത്തിച്ച് വയ്ക്കാൻ യൂക്കാലിൻ്റെ ട്യൂബർ സ്റ്റിക്കാണ് ഇത്. മണം എനിക്ക് അവിടെ നിന്നൊരു മണം തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇത് മേടിച്ചത്. അപ്പം ആ സാധനം അത് കഴിഞ്ഞു. അടുത്ത മേടിച്ചേക്കുന്നത് a lot of tablets means a lot of tablets. ഇത് മേടിച്ചേക്കുന്നത് സംഭവം ഇവിടെയുള്ള നമ്മൾ കിംസിലെ ബോഡി ടെസ്റ്റിന് വേണ്ടി പോയോ നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ പോയിട്ട് ഡോക്ടറിനെ കണ്ട് അവിടുന്ന് ആ സ്കാൻ റിപ്പോർട്ടൊക്കെ വച്ചതിന് ശേഷം ഡോക്ടറിനെ പോയി കണ്ടിട്ട്, പിന്നെ അത് കൂടാതെ തന്നെ തലവേദനയ്ക്കും പനിയും ഛർദിലും ചൊറിച്ചിൽ ലൂസ് മോഷനൊക്കെ വന്നാൽ വേണ്ടി കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് ഇവിടുന്ന് ഡോക്ടറിനെ കൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ബില്ലും നമ്മൾ ക്യാരി ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയും ടാബ്ലറ്റ്സാണ്. ഇത് ഇത്രയും ക്യാരി ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ഹാൻഡ് ലഗേജിൽ, അതായത് 7 kg ഹാൻഡ് ലഗേജിലായിരിക്കണം ഇത് വെക്കാനുള്ളത്. ഓക്കെ, അടുത്ത സംഭവം ഇച്ചിരി ടാസ്ക് ഉള്ള സാധനങ്ങളാണ്. ഇത് ഇത്രയും ഞാൻ രാമചന്ദ്രയിൽ നിന്നും മേടിച്ചതാണ്. രാമചന്ദ്രൻ വെച്ചല്ലോ. അതുപോലെ തന്നെ ഈ സെബാമേഡിൻ്റെ ലിപ് ബാം. ഇതിന് ഭയങ്കര റിവ്യൂ ആണ്. ഇത് പിഗ്മെൻ്റ് ആയിട്ടുള്ളവർക്കും ഡ്രൈ ലിപ്സ് ഉള്ളവർക്കൊക്കെ ഇത് സാധനമാണ്. എനിക്ക് അവിടെ ലിപ് ബാം ഭയങ്കര കുറവാണ്. അവിടെയുള്ള ലിപ് ബാമിൻ്റെ കമ്പനിയൊന്നും എനിക്കൊന്ന് സെറ്റ് ആവുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ മേടിച്ച ലിപ് ബാം അത് ഇതിൻ്റെ അകത്തിട്ടേക്കാം. പിന്നെ ഞാൻ മേടിച്ചേക്കുന്നത് നൈക്കയിൽ തന്നെ ഷീറ്റ് മാസ്ക്. നൈക്കയിലൊരു ഓഫർ ഉണ്ടായിരുന്നു, 5 എടുത്താൽ 5 ഫ്രീ. 5 500 രൂപ, ബാക്കി 500 രൂപ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അതായത് ഒരെണ്ണത്തിന് 50 രൂപ. അങ്ങനെ ഷീറ്റ് മാസ്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഷീറ്റ് മാസ്കൊക്കെ അങ്ങനെ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇങ്ങനെ വീക്കിലി സ്കിന്നൊന്നും കെയർ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ ഇനി നമ്മളങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇനി നമ്മൾ കെയർ ചെയ്യണം. സോ ഷീറ്റ് മാസ്ക് 10 ഷീറ്റ് മാസ്ക് ഉണ്ട്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തു എന്നാണ്. പിന്നെ ഇങ്ങനത്തെ 2 ബാൻഡ് മേടിച്ചിട്ടുണ്ട്. കാരണം കെയർ ഹോമിലൊക്കെ വർക്കിന് പോകുന്ന സമയത്ത് പെട്ടെന്ന് പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം നമ്മുടെ കൈക്കും കാലിനും ഒക്കെ നെയിൽ കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ആവശ്യമുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്ട് ഇങ്ങനത്തെ ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ക്ലിപ്സ്. I like a flower, pretty like a baby എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫ്ലവർ ആണല്ലോ ഇത്. സോ അത് 2-3 മേടിച്ചിട്ടുണ്ട്. പിന്നെ a lot of പൊട്ട്. a lot of പൊട്ട്. കാരണം പൊട്ടാണ് നമുക്കവിടെ കിട്ടാത്ത സാധനം. കാരണം അവിടെ പൊട്ടില്ല.
അവിടെ പൊട്ടേ ഇല്ല. നമ്മൾ മലയാളി പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കേരള പെൺകുട്ടികൾക്ക് പൊട്ടില്ലാതെ എന്ത് ആഘോഷം. സോ അതുകൊണ്ട് a lot of പൊട്ട്. പിന്നെ മേടിച്ചേക്കുന്നത് ഒരു ക്യൂട്ട് പാൻറ്റ്, പിന്നെ a lot of സ്ലൈഡ്. നമ്മൾ സ്ലൈഡിൻ്റെ ഒന്നും ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു രീതിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡിൻ്റെ ആവശ്യമുണ്ട്. ലോട്ട് ഓഫ് സ്ലൈഡ് എന്ന് വെച്ചാൽ കുറേ സ്ലൈഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, a lot of സ്ലൈഡ്. പിന്നെ മേടിച്ചേക്കുന്നത് നോ സ്ട്രിപ്സ്. നോ സ്ട്രിപ്സിൻ്റെ കുറച്ച് കാണുന്നില്ല, ഇതിനകത്ത് എവിടെയെങ്കിലും കാണും. നോ സ്ട്രിപ്സ്. പിന്നെ മേടിച്ചേക്കുന്നത് ഒരു ഫീറ്റ് ക്ലീനർ. ഇതൊക്കെ അവിടെ ഉണ്ട്, എന്നാലും പെട്ടെന്ന് കണ്ടപ്പോൾ മേടിച്ചെന്നേ ഉള്ളൂ. പിന്നെ ബഞ്ച് ഓഫ് സ്പഞ്ച്. പിന്നെ അഗെയിൻ a lot of പൊട്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കറുത്ത പൊട്ടുകളാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ പൊട്ടുകളാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. പിന്നെ കുറേ ക്ലിപ്സ് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ക്ലിപ്പുകളില്ലേ, കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ, ഇങ്ങനെയുള്ള ക്ലിപ്പുകൾ കുറേ ഉണ്ട്. പിന്നെ ലിപ് ലൈനർ, പിന്നെ ഒരു ബ്രഷ്, പിന്നെന്താ, പിന്നെ കുറച്ച് ബാൻഡ്. ഇതൊക്കെ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള സാധനമില്ലേ. നോർമലി ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതൊക്കെ വാങ്ങാണ്ട് പോയാൽ പിന്നെ എങ്ങനെ ശരിയാകും അവിടെ ചെന്ന് അല്ലേ. അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങുന്നുണ്ട്, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മേടിച്ചത്. സോ ഇത്രയേ ഉള്ളൂ. വേറെ അൺബോക്സ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ബാക്കിയെല്ലാം നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴെ ചെന്നിട്ട് അച്ഛനും അമ്മയും എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകാൻ എടുത്ത് വെച്ചേക്കുന്നത്. അതായത് ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കോസ്മെറ്റിക്സിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇന്ത്യയിൽ നിന്ന് മേടിച്ച് കൊണ്ടുപോകുന്നത്. ഇനിയും ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്, പക്ഷേ സാമ്പത്തിക സമ്മർദ്ദം മൂലം അതൊന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ താഴെ ചെന്നിട്ട് അച്ഛനും അമ്മയും എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചേക്കുന്നത്, അരി, പച്ചക്കറി, മലക്കറി, പയർ, പഴം എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ കുറച്ച്. കാരണം അച്ഛനമ്മ ഞാൻ നൈനും പോകുന്നതുകൊണ്ട് 4 പേര് പോകുന്നതുകൊണ്ട് 30, 60, 90, 100, 120, 120, 130 പ്ലസ് 7 ഏകദേശം 150 കിലോ, 50 അല്ല 200 കിലോയ്ക്ക് അടുപ്പിച്ചോളം സാധനങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞങ്ങൾ ആവശ്യത്തിലേറെ ആർഭാടം കാണിച്ചിട്ടുണ്ട്. കാരണം അച്ഛനും അമ്മയ്ക്ക് അവിടെ വന്നിട്ട് കുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിലേറെ എല്ലാ സാധനങ്ങളും, പച്ചരി, ഉഴുന്ന്, പയർ, പച്ചക്കറികൾ, പിന്നെ ബീഫ് അച്ചാറ്, ബീഫ്, പോർക്ക്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ റോയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതേ അമ്മേൻ്റെ അച്ഛൻ്റെയും സാധനങ്ങൾ അവർ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ദേ ഇവിടെ വച്ചേക്കുന്നത്. കണ്ടോ, ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. സ്നാക്സൊക്കെ ഞാൻ ഇന്നലെ മേടിച്ചതാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുക, നമ്മുടെ കുക്കർ മേടിച്ചിട്ടുണ്ട്, ഒരു മിക്സി മേടിച്ചിട്ടുണ്ട്, ഒരു തവ മേടിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പാത്രങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എനിക്കിപ്പോൾ ഡെലിവറി വന്ന സാധനമാണ് കേട്ടോ. ഇത് നമുക്ക് തുറന്നു നോക്കിയാലോ. ഇത് കൊണ്ടുവരണമെന്നാണ് മാളു പറഞ്ഞത്. മാളുവിന് വന്ന ഡെലിവറിയാണ്. അപ്പോൾ നമുക്കിത് കൊണ്ടുപോകാം. ഓക്കെ. പിന്നെ ഇതേ വറ്റൽ മുളക്, പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. തേയിലയൊന്നും വേണ്ട, എന്തിനാണ് അമ്മ എടുക്കുന്നതെന്നറിയുന്നത്. ഇത് അച്ചാറുകൾ, പിന്നെ ഇതിനരച്ചതാണ്, തീയലിനരച്ചത്, നല്ലെണ്ണ, മുളക് പൊടി, തേന്, പിന്നെ കോക്കനട്ട് ഓയിൽ, കടുക്, ജീരകം, പിന്നെ ഇതൊന്നും വേണ്ട, വേറെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്ന് എടുത്തേക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അല്ലേ മാറ്റി പറഞ്ഞ കാര്യം തന്നെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്തിരി പ്രശ്നം കൂടുതലാണ്. അമ്മ പ്ലീസ് അമ്മ, ഇവ നെയ്യാറ്റുകാരോ ഇവ സംസാരിക്കുന്നില്ലല്ലോ. അമ്മ ഞാൻ എല്ലായിടത്തും പുറത്തിടും, എനിക്ക് വീഡിയോ എടുക്കണം. ഇവര് പുറത്തിച്ചൊക്കെ കൊണ്ടുപോകും. അമ്മ എനിക്ക് വീഡിയോ എടുക്കണം. അമ്മ എനിക്ക് ദേഷ്യം വരെ, എനിക്കത് സംസാരിക്കാൻ വയ്യ. ഇവിടെ അമ്മ മോളാന്നുള്ള ഫൈറ്റാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കാണിച്ചത്, ഞാൻ എടുത്ത് ഇടുമെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് പുറത്തില്ല. അമ്മ എടുത്ത് ഞാൻ പറഞ്ഞ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നിട്ടില്ല.
ഇപ്പഴേ ഉയരില്ലാത്തോണ്ടാണ് പറയണ വയ്യ മാറങ്ങോട്ടെ. ഗായ്സ് നോക്ക് ഗായ്സ് എന്നാണ് അമ്മ ഇല്ല ഗായ്സ് ഈ അമ്മ സമ്മതിക്കുന്നില്ല വീഡിയോ എടുക്കാൻ. പക്ഷെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കും ഈ പെട്ടിക്കകത്ത് എന്തൊക്കെയാണുള്ളത്. ഓബിയസ്ലി എനിക്കറിയാം ഈ പെട്ടി 30 കിലോ കൂടുതലുണ്ട്. എന്തായാലും ഇതിന് സാധനങ്ങൾ എടുത്ത് മാറ്റേണ്ടി വരും. പിന്നെ ഇതിൽ പകുതി സാധനങ്ങളും മറ്റേ പെട്ടിലോട്ട് മാറ്റല്ലേ. പൈനാപ്പിളിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ. പൈനാപ്പിൾ ഇല്ല ശരി, പക്ഷെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൊണ്ടുപോകൂ. പിന്നെ എങ്ങനെ കൊണ്ടുപോകണം? ഗൈസ് ചിയാ സീഡ് ഇതൊക്കെ എനിക്ക് തിന്നെ. അയ്യോ എനിക്ക് വയ്യ. ശരി എന്തിനാണ് ചെയ്യണേ? നീ എടുത്ത് മാറ്റണ്ട ഇതിനകത്ത്. മാറ്റണ്ട ഞാൻ എടുത്തോളാം. ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. പപ്പടം ഇതെന്തിനാണ്? അവിടെ ലിക്വിഡ് വില കുറവാണ്. ഈ പാത്രം സോപ്പൊക്കെ 2 കൊണ്ടാണ് വാങ്ങിച്ചു വെച്ചേക്കണം. അവിടെ ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ മാസ്ക് എന്തിനാണ്? എനിക്ക് വേണം. അമ്മ അവിടെ വേറെ മാസ്ക് ഉണ്ട് എന്റെ കഴിഞ്ഞ വർഷം. അതെവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് കൊണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് എല്ലാ കാര്യം പറഞ്ഞത്. ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു പാക്ക് ചെയ്യുമ്പോ എന്നെ വിളിക്കണം. പല സാധനങ്ങൾ നമുക്ക് മാറ്റുള്ളൂ. കൊണ്ടുപോകണ്ടാത്ത സാധനങ്ങളും അവിടെ ഫുള്ള് ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ശരി ആ സോപ്പിൽ ഒന്നൊക്കെ വേണമെങ്കിൽ എടുത്ത് വെച്ച് 2 ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. മസാല ചക്കക്കുരു പിന്നിനുമോ വെളുത്തുള്ളി സവാള ഉള്ളിയത് ചക്കക്കുരു ഉണ്ട് ഇതിനകത്ത്. വെളുത്തുള്ളി കൊച്ചുള്ളി ചക്കക്കുരു ഉണ്ട്. വേണ്ടതല്ലേ ഇതിന്റെ മക്കളെ? എനിക്ക് ഒന്നുമില്ല പറയാം. വെളിച്ചെണ്ണ ഇതൊക്കെ വേണമെങ്കിൽ കുറച്ചധികം കൊണ്ടുപോകുന്നതിന് 4 ഉണ്ടോ? ഒന്നും കൂടെ ശരി കുഴപ്പം തെറ്റില്ല. മൂന്നാറിൽ നിന്ന് ഡയറക്റ്റ് തേയിലത്തോട്ട് മൊത്തത്തിൽ കൊണ്ടുപോകും. 3-4 മാസത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ. കുടംപുളി ഉണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വൈകിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ എത്തും. മസാല രാത്രി അമ്മവും കൂടെ ഉച്ചക്ക് നീ അച്ചാറിട്. ഇതിന്റെ രണ്ടെണ്ണം പോരെ അച്ചാറൊന്നും ഇവിടെ വെച്ചില്ല. വെച്ചേക്കില്ല. ബീഫ് മസാലപ്പൊടി പൊട്ടിച്ചത് റബ്ബർ ബാൻഡേജ് കെട്ടി വെച്ചിരിക്കണ എന്റെ അമ്മ. വേറെ പുതിയതൊന്നും വേറെ ഇരിക്കുന്ന പാട്ടിനോട് എടുക്കട്ടാ. സോപ്പേ നമ്മൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരെയാണ്. പിന്നെ പാത്രം. ഇത് പാത്രം. ഇത് അരിമാവ്. ഇത് ചക്കക്കുരു. അരിമാവ് നമ്മൾ മറ്റേ ഇതിൽ കൊടുത്തിടാനെന്നല്ലേ പറഞ്ഞത്? ഏത് മറ്റേ ബോക്സില്. ഇതെന്തോന്ന്? ചക്കക്കുരു. ചക്കക്കുരു. എനിക്ക് ഇത് തന്നെ ഉണ്ട് 5 കിലോ ചക്കക്കുരു. നിങ്ങൾ ആലോചിക്കണം ചക്കക്കുരു. എങ്ങനെയാണ് ഈ ചക്കക്കുരു? ഇതെന്താ? വറ്റൽ മുളക് ആവശ്യമുള്ള സാധനമാണ്. ഇതപ്പൊ ഇത് ചക്കക്കുരുവോ? അല്ല ഇഞ്ചിയും പച്ചമുളകും. എനിക്കറിഞ്ഞൂടെ ഞാൻ ഇതിലൂടെ എല്ലാം അമ്മ നോക്കി കൊടുക്കും. എനിക്ക് തോന്നണേ ലണ്ടനിൽ പോകുമ്പോൾ കുഞ്ഞുമയ്ക്ക് ഒരു പണിയില്ലല്ലോ. ഇങ്ങനെ ഒരു സാധനം കാസ്ട്രോൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി ഓക്കെ ഫൈൻ. ഇത് പിന്നെ ഈ ഒരു ഞാൻ എടുക്കുന്നില്ല. അത് നിറയെ കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് റോ ആയിട്ടാണ് പച്ചമുളക് വാങ്ങിച്ചില്ല. വൈകിട്ട് വാങ്ങിക്കോളൂ. പിന്നെ ഗൈസ് വേണ്ട ഇങ്ങനത്തെ പാത്രങ്ങൾ കറിയൊക്കെ ഒഴിച്ചു വെക്കാനും ഇട്ട് വെക്കാനും. ഇത്രയും സാധനങ്ങളാണ് ഈ പെട്ടിക്കകത്ത്. ചിയാസീഡ് എന്റെ നിർബന്ധപ്രകാരം വാങ്ങിച്ചതാണ് 1 കിലോ. പിന്നെ കായം, കടുക്, ജീരകം ഇതൊക്കെ ക്വാണ്ടിറ്റി കൂടുതലാണ്. മല്ലിപ്പൊടി. അപ്പൊ അരിമാവ് എടുക്കട്ടെ. അവരെ കൊടുത്തൂടെ? അരിമാവ് എടുത്ത് അവരെ കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി. ഇത് നോർമൽ മുളക് പൊടിയാ കാശ്മീരി മുളക് പൊടിയാ? 2 കൂടെ ചേർന്ന്. അപ്പൊ കാശ്മീരി മുളകും നോർമൽ മുളക് പൊടി. ആ പാസ്പോർട്ട് പട്ടി തീർന്നേക്ക്. ആ പൊടിക്കുട്ടി വന്നിരുന്നപ്പോഴത്തേക്ക് അത് കയറി ഇരിക്കരുതെന്ന് പറഞ്ഞ് അതിനെ ഒട്ടിച്ചു വിട്ടു. ഓക്കെ. ഇതെന്തോന്ന്? ഇതെന്ത്? പച്ച ബിരിയാണി അരി. ഇത് വേണ്ട. ഇതവിടെ ഉണ്ട്. എന്റെ പൊന്നെ, ഞാൻ ഇന്നലെ 400 രൂപയ്ക്ക് ബിരിയാണി വാങ്ങാൻ വിളിച്ചു പറഞ്ഞേ. അമ്മ ബിരിയാണി അരിയോടെ ഉണ്ട്.
അവർക്ക് വേണ്ടി ഞാൻ കൊടുത്തു. എന്റെ വീട്ടിൽ ഒരു ചാക്കരി ഇരിക്കുന്നു. എടി ബിരിയാണി ഞാൻ 400 രൂപയ്ക്ക് ഇന്നലെ ബിരിയാണി ഒരു ചാക്ക് ഇങ്ങനെ കിട്ടണേ. മാളെല്ലാം വിളിച്ച് പറഞ്ഞ് 375 രൂപയ്ക്ക് ഇന്നലെ വാങ്ങിച്ചിട്ട് 3 കിലോ. ഈ സാധനം മറ്റേ തീയലിന് തേങ്ങ വറുത്തരച്ച ഈ ഒരു സാധനം ഇത് എത്ര നാൾ വേണം ചെയ്തത്. നമുക്ക് ഇനി കറി ഉണ്ടാക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് ആവശ്യത്തിന് എടുത്തിട്ട് ചെയ്താൽ മതി. പിന്നെ മസാല, ഗരം മസാലയാണ്. അമ്മ വെറുതെ കിടന്ന് ബാക്കിൽ അലക്കല്ലേ. ഗരം മസാല, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇത്രയും പോരാ, നല്ല കുഴപ്പമില്ല. ഇത് ചക്ക വറ്റല്, മുളക് പൊടി. 3 ബോക്സ് മുളക് പൊടി ഉണ്ട്. ഇതിൽ 1-2 ബോക്സ് വേണമെങ്കിൽ നമുക്ക് അവരെ കൊടുക്കാം. നമുക്കിപ്പോ ആവശ്യത്തിന് നാളെ മുളക് പൊടിയൊന്നും കൊണ്ടുപോകാതെ പോയെന്നുള്ളവരെ അറിയാലോ. അപ്പൊ മല്ലിപ്പൊടിയാ, മല്ലിപ്പൊടി കുറച്ചേ ഉള്ളൂ. മുളക് പൊടി ആണെങ്കിൽ 200, മല്ലിപ്പൊടി ഇപ്പൊ ഇല്ലേ. മല്ലിപ്പൊടി കുറച്ചേ ഉള്ള. പിന്നെ തേൻ, സ്കോഷ്. ഇത് മഞ്ഞപ്പൊടി ഗൈസ്. നമ്മൾ പറഞ്ഞില്ലേ ക്വാണ്ടിറ്റി കൂടുതലാണ് കൊണ്ടുപോകുന്നത്. ഇത് മറ്റേ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇല, ആ ഇല വയനല്ല. പിന്നെ മിക്സർ, പക്കാവട. ഇതൊക്കെ നെയ്യൊക്കെ പറഞ്ഞല്ലോ. നെയ്യൊന്നും പറഞ്ഞില്ല. നെയ്യ് പിന്നെ ഞാൻ കാണിക്കാം. ആന്റി ആ പാത്രം ഒന്ന് കാണിക്കൂ. കണ്ട ഗൈസ്, ഇങ്ങനത്തെ ഒരു പാത്രം ചോറ് വെക്കാൻ, പിന്നെ അതില് ചായ കുടിക്കാനൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നെയ്യ്, ഇത്രയും നെയ്യാണ് നമ്മൾ കൊണ്ടുപോകണം. ഇതെന്തോന്ന് അച്ചാറമ്മ? ഇത് ചൂരമീ അച്ചാർ. എന്റെ മമ്മീന്റെ ബീഫ് അച്ചാറാണ്. ഇതൊന്ന് ഒലിക്കാതെ പാക്ക് ചെയ്യണം. ഇത് കൊഞ്ചച്ചാറ്. ഇത് അച്ചാറിന്റെ ക്വാണ്ടിറ്റി കുറവാണ്. കാരണം അവിടെ വന്നിട്ട് അമ്മ അവിടെ വന്നിട്ട് ഇടാൻ പോണ അച്ചാർ ഏതാണ്? മാങ്ങയും നാരങ്ങയും. അത് അവരെ കൊടുത്തു വിടണം, നമ്മൾ കൊണ്ടുവരുന്നില്ല. ഇതില് വിനാഗിരി, പിന്നെ കടുക്, പിന്നെ ഇതെന്തോന്ന് ഓർഗാനിക് സർബത്ത്, പിന്നെ ജീരകം. ഇതെന്തോന്ന്? ബീഫ് അച്ചാർ, മാളൂന് കൊഞ്ചിച്ചാറ്. പിന്നെ ഇത് ഫുള്ളും സ്നാക്സ് ഒന്ന് കാണിച്ചാൽ നിറയെ സ്നാക്സ് ആണ്. ചക്ക, ഇത് മറ്റേ തപ്പിയോക്ക, ഇത് പിന്നെ മിക്സർ, ഉണ്ണിയപ്പം, പിന്നെ ചക്ക വറ്റല്, ചിപ്സ്. 5 കവർ ചിപ്സ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് കെയർ ഹോമിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വർത്തന കവളിയൊന്ന് വാങ്ങിച്ചോണ്ട് നോക്കിയാണ്. ഒരു 3 കിലോയ്ക്ക് വേണ്ടി ചക്കവത്തിന്. ഇതൊക്കെ എനിക്ക് കെയർ ഹോമിലുള്ള എന്റെ കൊളീഗ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മ വറുത്ത് നമ്മൾ തിന്നാൽ മതി. അത് ആന്റി അതും കിടത്താണ് ആന്റി. ഇതിൽ നിറയെ പപ്പടം, പിന്നെ കടല, ഉഴുന്ന്, കറുത്ത കടല. ഇതെന്തോന്ന്? ഗ്രീൻ പീസ്. ഓക്കെ ഫൈൻ. ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഒരു ഉരുളി. എനിക്ക് ചിക്കൻ കറി വെക്കാൻ എനിക്ക് ചിക്കൻ കറി വെക്കാൻ ഒരു ഉരുളി വേണമെന്ന് നിർബന്ധമായിരുന്നു. സോ അതുകൊണ്ടാണ് ചിക്കൻ. ഈ അവരെന്ന് ചോദിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾറെഡി നല്ല രീതിയിലുള്ള വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എന്തായാലും എക്സ്ട്രാ സാധനങ്ങൾ കൂടുതലായിരിക്കും. ആ വരുന്ന സാധനങ്ങൾ നമ്മൾ മലബാർ ലോജിസ്റ്റിക്കിന്റെ ഇവിടുന്ന് കേരള ടു ലണ്ടൻ കൊറിയർ സർവീസ് ഉണ്ട്. അപ്പോൾ അവർ ത്രൂ ബാക്കിയുള്ള വരുന്ന സാധനങ്ങൾ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ ഇത് മസാല ദോശയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു വലിയ പാൻ. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ കാണിച്ചു തരാം. ഇത് കളിപ്പിച്ചോണ്ടി പൊട്ടിക്കല്ലേ? ഇല്ല, ഇത് എൻ്റെ ഇത്രയുണ്ട് വലിയ പാൻ. കാരണം വീട്ടിലും ദോശ പാൻ ഉണ്ട്, പക്ഷെ ഇത് മസാല ദോശയൊക്കെ ചൂടാൻ വേണ്ടിയിട്ടുള്ള വലിയ പാൻ. എൻ്റെ അമ്മയൊക്കെ വരുന്ന സമയത്ത് ദോശയും ചപ്പാത്തിയും ഒക്കെ ഇഡ്ഡലിയും ഒക്കെ മെയിനായിട്ടുള്ള ഫുഡാണല്ലോ അത്. പിന്നെ എന്റെ അച്ഛനും അമ്മ ഇവിടെ നിന്ന് പ്ലാന്റ് ആയിട്ടാണ് വരുന്നത്. അവിടെ പോയി പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് ബിയർ ഗ്ലാസ്. അമ്മ ചായ ഗ്ലാസ് എന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത്, പക്ഷെ ഇത് ബിയർ ഗ്ലാസ്. ഇത് ഈ ഉരുളി ഗൈസ് എനിക്ക് ചിക്കൻ കറിയൊക്കെ വെക്കാനാണ്. നമ്മൾ അവിടെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എപ്പോഴും ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ചിക്കൻ കറി, ബീഫ്, പിന്നെ നമ്മുടെ അതിന്റെ പേരെന്തോന്ന്, കപ്പ ബിരിയാണി, അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ. ബിരിയാണിയൊക്കെ വെക്കാൻ ദമ്മൊക്കെ ചെയ്യാൻ പറ്റിയ സാധനം കേട്ടോ. അടി നല്ല കട്ടിയുള്ള ഉരുളി. അതുപോലെ തന്നെ ഇതും നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. അവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്.
ഇവിടുന്ന് കൊണ്ടുപോകുന്ന പകുതി സാധനങ്ങളും അവിടെ കുറച്ച് ഹിന്ദിക്കാരും അവരടിച്ചു മാറ്റിക്കൊണ്ട് പോകും. കൊണ്ടുപോകുന്നവരിത് മാത്രമേ ഉള്ളൂ, അതിനുള്ള യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയല്ല ഗൈസ്, നമ്മള് പല ആൾക്കാര് മാറി മാറി വന്ന് താമസിക്കുന്നത്. അപ്പം കഴിഞ്ഞ തവണ നമ്മളെ വീട്ടിൽ താമസിച്ച ചെക്കന്മാരും ചില കുറച്ച് പെമ്പിളരൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പൊ സാധനങ്ങൾ അവര് മാറി എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ അവിടെയുള്ള പല സാധനങ്ങളും കാണുന്നില്ല. പിന്നെ ഞാൻ അതിന്റെ പറയുക അന്വേഷിച്ച് എവിടെ പോയി അന്വേഷിച്ച് നടന്നാൽ നമ്മൾ ചെന്ന് ചോദിച്ചാൽ അവർ സമ്മതിക്കുമോ നമ്മൾ കണ്ടെടുത്തു? ഇല്ല, ഒബിയസ്ലി ഇല്ല. ഞാൻ അന്വേഷിച്ച് പോകാറില്ല അതിന്റെ പുറകെ. പിന്നെ ഒരു 2 വലിയ ബെഡ്ഷീറ്റ്, പിന്നെ ഒരു കുക്കർ, ഒരു മിക്സി ഞാൻ അമ്മയുടെ അവിടെ ചെന്നിട്ട് വാങ്ങാനാണ് പറഞ്ഞത്. പക്ഷെ അമ്മ മിക്സി ഇവിടെ മേടിച്ചു. ഇത് മറ്റേ ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനുള്ള, കെയർ ഹോമിൽ ഫുഡ് കൊണ്ടുപോകാനുള്ള പാത്രമാണ് കേട്ടോ. ഇതൊക്കെ ലഞ്ച് ബോക്സ്, കെയർ ഹോമിൽ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുപോകാനുള്ള പാത്രമാണ്. ഇത് വാങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മൈക്രോ വേവിൽ വെക്കുന്ന പാത്രമാണ്. ഓവനിൽ വെക്കാം, പക്ഷെ ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തുള്ള സെക്രട്ടേറിയറ്റിന്റെ ക്യാൻറ്റീൻ ഉണ്ട്. അതായത് നമുക്ക് സാധനങ്ങൾ നല്ല വില കുറഞ്ഞ് കിട്ടുന്ന ഒരു സാധനമുണ്ട്. ഇതിന്റെ വില 290 രൂപയുള്ള നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഒന്നാമത്തെ സാധനം. ഇതിൽ എഴുതിയിരിക്കുന്ന വില 440 രൂപയാണ് എഴുതിയിരിക്കുന്നത്. 290 രൂപയാണ്. നമുക്ക് മൈക്രോവേവിലൊക്കെ വെച്ച് സാധനങ്ങൾ പെട്ടെന്ന് ചൂടാക്കി എടുക്കാൻ പറ്റും. ഒന്നിന്റെ ആവശ്യമുണ്ടോന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ഉള്ള ടിഫിൻ ബോക്സ്, എനിക്ക് കുറെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും സംഭവം കാണുന്നില്ല. ഇപ്പൊ കെയർ ഹോമിൽ ഫുഡൊക്കെ കൊണ്ടുവന്ന് നേരത്ത് ടിഫിൻ ബോക്സ് കാണില്ല. മാത്രമല്ല നമ്മൾ കെയർ ഹോമിൽ ഫുഡ് കൊണ്ടുമ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ ചൂടാക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് അല്ലാത്ത ഓവനിൽ വെക്കാൻ പറ്റുന്ന ഹെൽത്തിന് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത പാത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ എല്ലാവരും ശ്രമിക്കാം. സോ എൻ്റെ കണ്ണിൽപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കണ്ണിൽപ്പെടാത്ത സാധനങ്ങൾ ഞാൻ പിന്നെ കവർ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇതിൽ കുറച്ചധികം ഫൺ എലമെൻറ്റ്സ് ഉണ്ട്. കാരണം അമ്മ പെട്ടി പാക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ താഴെ ഇറങ്ങി ചെന്നത്. അപ്പോൾ അതെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ നന്നായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് അത് ഞാൻ പുറത്തെടുപ്പിച്ച് എങ്ങനെയൊക്കെയോ. സോ അപ്പം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അച്ഛനും അമ്മയും ഒരുമിച്ച് വരുന്നുള്ളതുകൊണ്ട് തന്നെ അവർക്കും ഒരുപാട് സാധനങ്ങൾ വേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് പേർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇങ്ങനെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് കുറച്ചത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ എക്സ്പെൻസ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ഇത് വളരെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം അച്ഛനമ്മയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലവാക്കാൻ പൈസയൊന്നും അധികം കാണത്തില്ല. ഒരുപാട് മണി സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ വരുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനമ്മയും വന്ന് എൻ്റെ വീഡിയോ ഇടുവന്ന്. ഉറപ്പായിട്ട് ഇടാം. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഏജൻസി കഴിയും. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമായിട്ടുള്ള വന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും. എനിവേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള അടിപൊളി കുറേ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കീപ്പായിട്ട് എന്നെ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. സോ എനിവേ താങ്ക് യു സോ മച്ച്. ബൈ ഫ്രം നീരജ അമ്മൂസ്.